നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടിക്ക് സമീപത്ത് കള്ളാടി മീനാക്ഷി പാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്താണ്. ഇന്ന് പകലാണ് ഇത്തരത്തിൽ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഇതിന് സമീപത്ത് തന്നെയാണ് ഈ വയനാട് തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അവിടെ മണ്ണ് കൂട്ടിയിട്ടതാണ് ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിലിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അതേസമയം നമുക്ക് 3 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 2 പേരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നിരവധി പേർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കനത്ത മഴയാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴാണ് മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തകർ കാര്യക്ഷമമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണ്ണ് ഇതാ നമുക്ക് പ്രേക്ഷകരുടെ ദൃശ്യങ്ങളിൽ കാണാം. ആ തുരങ്കപാതയോട് ചേർന്നിട്ടുള്ള പ്രദേശത്തിന് സമീപത്ത് ആ കുന്നിന്റെ ആ ഒരു ഭാഗമാണ് പൂർണ്ണമായും ഇടിച്ചു വീണിരിക്കുന്നത്. ഈ സമീപത്ത് തന്നെയുള്ളത് ചൂരൽമല പുഴയാണ്. അതിന് കുറുകെയുള്ള മീനാക്ഷി പാലത്തിലേക്ക് അടക്കം ഇത്തരത്തിൽ മണ്ണ് വീഴുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപായം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ സമീപത്തുള്ള വീടടക്കം മണ്ണിനകത്ത് മൂടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി വാഹനങ്ങൾ മണ്ണിനകത്തുണ്ട്. ഇതിനിടയിൽ എത്ര പേർ ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. നിരവധി പേർ ഇനിയും ഉണ്ടായിരിക്കാം എന്നുള്ളൊരു സംശയമാണ് അധികൃതരും രക്ഷാപ്രവർത്തകരും എല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയ കാര്യക്ഷമമായിട്ടുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ദുരന്ത നിവാരണ സേനയുടെയും മറ്റു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാ നേതൃത്വത്തിൽ കാര്യക്ഷമമായി തന്നെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാലും കേരളത്തിനാകെ തന്നെ നടുക്കിക്കൊണ്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാത്ത തരമില്ല. ചൂരൽമലയുടെ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഉണങ്ങും മുമ്പ് ഇത്തരത്തിൽ മറ്റൊരു ദുരന്തത്തിന് കൂടെ വയനാട് സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയ ഖേദകരമായിട്ടുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ 3 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. തുരങ്കപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിലേക്കും വലിയ ആപത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ് അധികൃതരിൽ പലരും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം. പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറും പൊതുമരാമത്ത് സെക്രട്ടറി അദില അബ്ദുള്ളയും എല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇവിടെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കൃത്യമായ രീതിയിൽ ഈ നിർമ്മാണത്തിന്റെ ചുമതലക്കാരായിട്ടുള്ള കരാറുകാരായിട്ടുള്ള കൊങ്കൺ റെയിൽവേ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അത് കൃത്യമായ രീതിയിൽ അവർ പാലിച്ചില്ല എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു അപായം ഉണ്ടായത് എന്നുള്ളതുമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. ഈ അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കൊങ്കൺ റെയിൽവേക്കാണ് എന്നും മന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നുണ്ട്. സൗകര്യം ഉണ്ടാവും, ആ വർക്ക് നടക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ട് കൂടുതൽ ആളുകൾ മണ്ണിനുള്ളിൽ പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കാം. തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇത് തുടരും. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവരുടെ സൈഡില് നമുക്കിപ്പോ പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 പേര് ഇനി 5 പേര് കാണാനുണ്ടാണ്. 5 ഇനി അതൊക്കെ കൂടുതൽ ഉണ്ടോന്ന് എനിക്ക് ഈ സമയത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഈ രക്ഷാപ്രവർത്തനം കഴിയുമ്പോൾ നമുക്ക് അതേ കുറിച്ച് ഒരു വ്യക്തത. ഇതൊക്കെ ഇവിടുത്തെ ആൾറെഡി ഈവനിങ് ആയി. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് മഴയും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുത്തിട്ട് ഈ ജില്ലാ ഭരണകൂടം എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇവിടെ മെഷീനറീസ് എല്ലാം ഇറക്കിയിട്ടുണ്ട്, വോളണ്ടിയർമാർ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം നീക്കാനായിട്ട് കട്ട് ചെയ്ത് നീക്കാനായിട്ട് എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ട് ഈ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള എല്ലാവരും സജ്ജമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് സജ്ജമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ ആൾറെഡി DDMA മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടറിന്റെ നേതൃത്വത്തിൽ അത് അവർ തീരുമാനിക്കും. ബാക്കി അതെ, മഴ ഇപ്പോ കുറച്ച് മഴ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടുത്തെ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ജില്ലാ കളക്ടറിന്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും. 194 BNSS FIR എടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റും മറ്റു പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ, ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം അണ്ടർ പ്രോഗ്രസ് ആണ്. അതിന്റെ കാര്യങ്ങൾ പിന്നീട് പറയാം. പ്രസന്റ്ലി നമുക്ക് വേഗം ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ വർക്ക് നടക്കുകയാണ്. എന്തിനേലും വയനാട്ടിൽ ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് മുൻപേ തന്നെ നൽകിയിട്ടും എന്തുകൊണ്ടാണ് അത് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏറ്റവും ഖേദകരമായ കാര്യം എന്ന് പറയുന്നത് 3 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എത്ര പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും നമുക്ക് ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല.
അതിന് അവർ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. JCBയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയും പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും എല്ലാം കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.